അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു കുട്ടി ഫ്ലവർ പോട്ടാണ്. ഞാൻ ആദ്യമേ പറയാം, ഇതൊരു ഒച്ചല്ല കേട്ടോ. ഇതിന്റെ റെഫറൻസ് പിക്ക് നോക്കൂ, ഇതൊരു ടോട്ടോയ്സ് ആണ്, ആമയാണ്. ഈ ഒരു പിക്ചർ എൻ്റെ പിൻട്രസ്റ്റിൽ കുറേ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഇത് നമ്മുടെ കുട്ടി ഫ്ലവർ പോട്ടാണ്. ഈ കാക്ടസും അതുപോലത്തെ ചെറിയ ചെറിയ നല്ല കാണാൻ ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന ആ ഒരു ഫ്ലവർ പോട്ടാണ്. കാണാൻ ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് ഇത് എപ്പോഴും ഉണ്ടാക്കണം എന്നൊന്നും വിചാരിക്കും. പക്ഷേ ഇത് ഇപ്പോഴാട്ടോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയത്. റെഫറൻസ് കണ്ടതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ എൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ ഒരു കുട്ടിയാമ്മ ഫ്ലവർ പോട്ട് കാണാൻ ചെറുതാണെങ്കിലും ആളെ ഉണ്ടാക്കാൻ കുറച്ച് പണിവട്ടെ. പിന്നെ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് തിരക്കായത് കാരണം മുന്നേ എടുത്ത് വെച്ച് വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസാണ്. ഒരു ഫേവറേറ്റ് സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ, ആളെന്നോട് സ്ട്രോബെറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ട്രിങ്കറ്റ് ഡിഷിൽ അത്. അപ്പോൾ ആൾ പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല, 2 ദിവസമായിട്ട് ആൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ എന്തായാലും സ്ട്രോബെറി ട്രിങ്കറ്റ് ഡിഷ് ആയിരിക്കും. ഇത് ഓൾറെഡി എടുത്തു വെച്ച വീഡിയോയും അതുപോലെ തന്നെ സ്റ്റോറേജ് ഇഷ്യൂവും കൂടി കാരണമാണ് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്തിരുന്നത്. എന്നാൽ ഫ്രഷ് ആയിട്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ നെക്സ്റ്റ് എന്തായാലും നമുക്ക് നമ്മുടെ സ്ട്രോബെറി ട്രിങ്കറ്റ് ഡിഷ് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പോഡിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് 1 ഡേ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാൻ വെച്ചിട്ട്, മൊത്തമായിട്ട് ഉണങ്ങാത്തതിന് മുന്നേ തന്നെ ഇതിൻ്റെ മേലെയുള്ള ഈ വർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം പിറ്റേ ദിവസം കേട്ടോ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് മൊത്തമായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കളറിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് ഗൈസ്?